ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 193. ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ഡം 6 അനുവാകം 5 സൂക്തം 45. ഇതിൽ നമ്മളുടെ പാപാസക്തി മൂലമുള്ള ചില പ്രയാസങ്ങളെല്ലാം പറയുകയാണ്. ഈ ഒരു സൂക്തം അവതരിപ്പിക്കുന്ന സമയത്താണ് നമ്മൾ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയുള്ളൊരു വാർത്തകളെല്ലാം അങ്ങനെ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ആണല്ലോ ഇത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി പറയുമ്പോൾ അധികം വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല. അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ചുരുക്കി പറയുന്നതേ ഉള്ളൂ. അത് ഒഴിവാക്കാനുള്ളൊരു നിർദ്ദേശമായിട്ട് ഇവിടെ പറയുകയാണ്. അതുപോലെ തന്നെ അത് നമ്മുടെ ആരോഗ്യത്തെല്ലാം ബാധിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം സൂക്തത്തിലേക്ക് വരാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 6 അനുവാകം 5 സൂക്തം 45. ഋഷി അങ്കിരസ് ദേവത ദുസ്വപ്നനാശനം. ഛന്ദസ് പങ്ക്തി അനുഷ്ടുപ്പ്. പരോപേ മനസ്പാപ കിമശസ്താനി ശംസസി പരോഹിനത്വാ കാമയേ വൃക്ഷാൻ വനാനി സചര ഗൃഹേഷു ഗോഷു മേ മനഃ അവശസാ നിശസാ യത് പരാശസോ പാരിം ജാഗ്രതോ യത് സ്വപത്തഃ യദിന്ദ്ര ബ്രഹ്മണസ്പതേപി വൃഷാ ചരാമസി പ്രചേതാ ന അങ്കിരസോ ദുരിതാത് പാത്വഹംസഃ. ഭാവാർത്ഥം: അശുഭചിന്തകൾ കൊണ്ടുവരുന്ന പാപാത്മക ശക്തി ഞങ്ങളിൽ നിന്നും മാറി നടക്കട്ടെ. കാരണം ഞങ്ങൾ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ മനസ്സ് ഭാര്യയിലും പുത്രനിലും പശുക്കളിലും മറ്റു വളർത്തുമൃഗങ്ങളിലും ശരിയായ വിധത്തിൽ ഉറച്ചു നിൽക്കണേ. ദുസ്വപ്നങ്ങൾ ഉണ്ടാക്കുന്ന പാപങ്ങളെ അഗ്നി ഇല്ലാതാക്കട്ടെ. പാപചിന്തയിൽ ദുസ്വപ്നങ്ങൾ ഉണ്ടാവുകയും അത് നമ്മെ പീഡിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്നും അങ്കിരസ് മന്ത്രത്തിന്റെ വക്താവായ വരുണൻ ഞങ്ങളെ രക്ഷിക്കട്ടെ. അശുഭമായ ചിന്തകൾ കൊണ്ടുവരുന്ന പാപാസക്തി. ഇപ്പം പാപാസക്തി എന്ന് പറയുമ്പോൾ അങ്ങനത്തെ പ്രവൃത്തികൾ അതിനി പറയുന്നതിൽ നിന്ന് വ്യക്തമാകും. അത് അശുഭ ചിന്തകൾ നമ്മളെ മനസ്സിലുണ്ടാക്കും. അതിൽ നിന്നും മാറി നടക്കട്ടെ എന്ന് പറയുകയാണ്. അതിലോട്ട് മാറി നടക്കുന്നതാണ് നല്ലത്. കാരണം ഇങ്ങനത്തെ ചിന്തകളെല്ലാം വന്ന് വിട്ടുപോയാൽ അതിൻ്റെ പ്രയാസങ്ങളാണ് ഇന്ന് മാധ്യമങ്ങളിലൂടെ എല്ലാം പറയുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അതുകൊണ്ട് എങ്ങനെ ജീവിക്കണം? ഞങ്ങൾ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് മാറി നിൽക്കുന്നതാണ്. ആരും പ്രത്യക്ഷത്തിൽ ഇതെല്ലാം ഇഷ്ടപ്പെടാത്ത കാര്യം തന്നെയാണെന്ന് ആണ്. ഇതൊന്നും ഇഷ്ടപ്പെടാത്ത കാര്യം തന്നെയാണ്. കാരണം അതിൻ്റെ ഫലങ്ങൾ ചിലപ്പോൾ വളരെ മോശമായിരിക്കും. അതുകൊണ്ട് നിന്നെ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ മനസ്സ് ഭാര്യയിലും പുത്രനിലും പശുക്കളിലും മറ്റു വളർത്തുമൃഗങ്ങളിലും ശരിയായ വിധത്തിൽ ഉറച്ചു നിൽക്കട്ടെ. ശരിയായ വിധത്തിൽ എന്നാണ് പറഞ്ഞത്. അതായത് കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ മനസ്സെപ്പോഴും പതിഞ്ഞിരിക്കണം. അല്ലാതെ വേണ്ടാത്ത പാപാസക്തിയും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം മോശമായിരിക്കും. എന്താ മോശമായിരിക്കുക? ദുസ്വപ്നങ്ങൾ ഉണ്ടാവുന്ന പാപങ്ങളെ അഗ്നി ഇല്ലാതാകട്ടെ. ദുസ്വപ്നങ്ങൾ ഉണ്ടാവും. പിന്നെ രാത്രി ശരിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. ദുസ്വപ്നങ്ങൾ ഉണ്ടാവും. ഭയത്തോടുകൂടി പിന്നെ ഭയമായിരിക്കും ഉള്ളിൽ. ഇപ്പം രാത്രി കിടക്കുമ്പോൾ വല്ലാതെ സ്വപ്നങ്ങളെല്ലാം കാണാൻ തുടങ്ങും. അപ്പം ഇത്തരം ചിന്തകളെല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത്. പാപചിന്തയിൽ ദുസ്വപ്നങ്ങൾ ഉണ്ടാവുകയും അത് നമ്മെ പീഡിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ പാപചിന്തകൾ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള ഫലം എന്ന് പറഞ്ഞാൽ രാത്രി
ദുസ്വപ്നങ്ങൾ കണ്ട് പേടിക്കാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു വഴിയേ ഉള്ളൂ. അങ്കീരസ് മന്ത്രത്തിന്റെ വക്താവായ വരുണൻ ഞങ്ങളെ രക്ഷിക്കട്ടെ, വരുണൻ ഞങ്ങളെ രക്ഷിക്കട്ടെ. വരുണൻ എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ഭ്രമണപഥത്തിനാണ് വരുണൻ എന്ന് പറയുന്നത്, അല്ലെ ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന വഴിക്കാണ് വരുണൻ എന്ന് പറയുന്നത്. അപ്പം ഗ്രഹങ്ങളുടെ ചലനം മോശമായി വരുമ്പോൾ നമ്മളിൽ പാപചിന്തകളെല്ലാം പാപാസക്തിയെല്ലാം ഉണ്ടാകും. അതിൻ്റെ ഫലമായി വേണ്ടാത്ത ചിന്തകളെല്ലാം ഉണ്ടാകും. അപ്പം ഭാര്യയിലും പിന്നെ മക്കളിലും വീട് കാര്യങ്ങളിലും എല്ലാം ഉള്ള ചിന്തയെല്ലാം വിട്ട് വേറെൻ്റെ പിന്നാലെ പോകും. അതിൻ്റെ ഫലമായിട്ട് രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ വരും. അപ്പം ഇപ്പോഴത്തെ സമയത്ത് ഈ ഒരു റിപ്പോർട്ട് വന്ന സമയമായതിനാൽ അതിനെപ്പറ്റി കൂടുതലൊന്നും വിസ്തരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ലളിതമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഫലം എന്തെല്ലാണെന്നെല്ലാം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അധികം വ്യാഖ്യാനമൊന്നുമില്ല, വളരെ ലളിതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരം തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് മനസ്സിൽ പതിയുകയും അതിൻ്റെ ഫലമായിട്ട് രാത്രി ദുസ്വപ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ദുസ്വപ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതിനുള്ള പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മനസ്സിൽ നമുക്കുണ്ടാകുന്ന ചില തെറ്റുകൾ ചെയ്യുമ്പോഴെല്ലാം അതിനെ കൊണ്ടുണ്ടാകുന്ന ഭയങ്ങളെല്ലാം നമ്മളിൽ ദുസ്വപ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമെന്നൊരു സംഗതിയും കൂടി ഇവിടെ എടുത്ത് പറയുന്നുണ്ട്.